കർണാടക ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ മുൻ ക്ഷേത്ര ജീവനക്കാരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മംഗലാപുരത്തെ PWD IBയിലെത്തിച്ച ശേഷമാണ് മുൻ ക്ഷേത്ര ജീവനക്കാരന്റെ മൊഴിയെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ധർമ്മസ്ഥല കേസിലുണ്ടായ നിർണായക നീക്കമാണ് ഇത്. 1994 മുതൽ 2014 വരെ നൂറുകണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അന്വേഷിക്കാനാണ് കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്വേഷണ സംഘത്തെ തീരുമാനിച്ചത്. അന്വേഷണ സംഘത്തിൽ നിന്ന് വനിതാ IPS ഉദ്യോഗസ്ഥ പിന്മാറിയെങ്കിലും ഉടൻ അന്വേഷണം പൂർത്തിയാക്കണമെന്ന കോടതി നിർദ്ദേശം കർണാടക സർക്കാരിന് മുന്നിലുണ്ട്. ആദ്യഘട്ടത്തിൽ അന്വേഷണ വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. 5 മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പ് പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. DIG അനുച്ഛേദന്റെ നേതൃത്വത്തിൽ DCP ജിതേന്ദ്രകുമാറാണ് വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ മൊഴിയെടുത്തത്. എവിടെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്? എത്ര മൃതദേഹങ്ങൾ സംസ്കരിച്ചു? ആരാണ് പീഡനവും കൊലപാതകങ്ങളും നടത്തിയത്? തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ആദ്യഘട്ടം മുൻ ശുചീകരണ തൊഴിലാളിയോട് ചോദിച്ചത്. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന സൂചന നൽകിയാണ് ജീവനക്കാരനെ തിരിച്ചയച്ചത്. ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുമ്പോൾ എത്തണമെന്നും നിർദ്ദേശമുണ്ട്. വെളിപ്പെടുത്തൽ നടത്തിയയാളുടെ മൊഴി കൃത്യമായി അവലോകനം ചെയ്ത ശേഷമാകും അന്വേഷണ സംഘം തുടർ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് മലയാളം, മംഗലാപുരം.